ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ ജസ്ന ഫ്രാൻസിസ്. അപ്പോൾ ഇന്നൊരു മിന്ത്ര ഹാളുമായിട്ടാണ് ഞാൻ വന്നേക്കുന്നത്. നിങ്ങൾക്കറിയാലോ, മിന്ത്രയിൽ ഇപ്പോൾ സെയിൽ നടക്കുകയാണ്, എൻഡ് ഓഫ് റീസെൻറ്റ് സെയിൽ ആൻഡ് ടുഡേ ഈസ് ദ ലാസ്റ്റ് ഡേറ്റ്. അപ്പോൾ വേഗം പോയി പർച്ചേസ് ചെയ്തോളാം. ആൻഡ് ദിസ് ഡ്രസ് ഈസ് ഫ്രം മിന്ത്ര. ഞാൻ ഓൾറെഡി വീഡിയോ ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസോ ലിങ്കോ ഒക്കെ വേണമെങ്കിൽ ഈ ഒരു ഐ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ മതി കേട്ടോ. ഇന്നത്തെ ഡ്രസ്സസൊക്കെ കോട്ടൺ ആൻഡ് വിസ്കോസ് റേയോൺ ഡ്രസ്സസ് ആണ്. അപ്പോൾ ഇതൊക്കെ ഇടാൻ നല്ല കംഫർട്ടബിൾ ആണ്. അത് മാത്രമല്ല, എൻ്റെ കുറച്ച് ഫേവറേറ്റ് ആയിട്ടുള്ള ഡ്രസ്സസ് ആണ്, കുറച്ച് എംബ്രോയിഡറി ഡ്രസ്സസ് ആണ്. നമുക്ക് ഓരോന്നായിട്ട് കണ്ടു നോക്കാം. ഈ ഒരു ബ്ലാക്ക് ഡ്രസ്സാണ് ഫസ്റ്റ് വൺ. ഇതൊരു മിഡി ഡ്രസ്സാണ്. അത്യാവശ്യം നല്ല ലെങ്ത് ഉണ്ട് കേട്ടോ. എനിക്ക് മിഡി ലെങ്ത്തിനേക്കാളും കുറച്ചുകൂടി ഇറക്കമുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു വി നെക്കാണ് വന്നേക്കുന്നത്. നെക്ക് പോർഷനിൽ നല്ല ഭംഗിയുള്ള എംബ്രോയിഡറി ഉണ്ട്, ഫ്ലോറൽ എംബ്രോയിഡറി. സ്ലീവ് ഒരു ലൂസ് ഫിറ്റ് ആയിട്ടുള്ള സ്ലീവാണ്. സ്ലീവിൻ്റെ ബോർഡർ ലൈനിലും എംബ്രോയിഡറി ഉണ്ട്. താഴ്ഭാഗത്ത് ഇങ്ങനെ ഒരു ടയർ വന്നിട്ടുണ്ട്. അത് മാത്രമല്ല, എൻഡിലായിട്ട് നല്ല ഭംഗിയുള്ള ഒരു ലേസ് ഡീറ്റെയിലിംഗ് വന്നിട്ടുണ്ട്. ഇതിൻ്റെ മെറ്റീരിയൽ വിസ്കോസ് റേയോൺ മെറ്റീരിയൽ ആണ്. ഞാൻ എടുത്തേക്കുന്നത് മീഡിയം സൈസാണ്. എനിക്കിത് കറക്റ്റാണ് കേട്ടോ. 38 ആണ് എൻ്റെ സൈസ് ആൻഡ് മീഡിയം എനിക്ക് കറക്റ്റാണ്. ഇതിൻ്റെ പ്രൈസ് വരുന്നത് 799. ഞാൻ എക്സാക്ട് പ്രൈസ് സൈഡിൽ കൊടുക്കാം കേട്ടോ. ലൈനിങ് പ്രൊവൈഡ് ചെയ്തിട്ടില്ല, ബട്ട് ഇറ്റ്സ് ഓക്കെ. ലൈനിങ് ഇല്ലാതെ തന്നെ നമുക്കിത് വെയർ ചെയ്യാം. ഇപ്പോൾ ചെറിയ ഔട്ടിങ്ങിനും ഇപ്പോൾ ഡെയിലി വെയർ ആയിട്ടും കോളേജ് ഗോയിങ് ഗേൾസിനാണെങ്കിലും ഓഫീസിലൊക്കെ ഇടാൻ പറ്റുന്ന നല്ല ഭംഗിയുള്ള ഒരു ഡ്രസ്സാണ്. ഞാനിത് ഇട്ട് കാണിച്ചു തരാം. സെക്കൻഡ് ഡ്രസ്സ് ഈ ഒരു വൈറ്റ് ഡ്രസ്സാണ്. ഇതിൻ്റെ യോക്ക് പോർഷനിൽ കംപ്ലീറ്റ് ആയിട്ട് ഫ്ലോറൽ എംബ്രോയിഡറി വരുന്നുണ്ട്. നല്ലൊരു കോട്ടൺ മെറ്റീരിയലാണ്, നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയലാണ്. കോളർ വന്നിട്ട് ബട്ടൺ ഡീറ്റെയിലിംഗ് വരുന്നുണ്ട്. ഫസ്റ്റ് ബട്ടൺ ഓപ്പണബിൾ ആണ്, ബാക്കിയൊക്കെ ഷോ ബട്ടൺ ആണ് കേട്ടോ. 3/4 സ്ലീവ് ആണ് വരുന്നത്. സ്ലീവിൻ്റെ എൻഡിൽ ലേസ് ഡീറ്റെയിലിംഗ് ഉണ്ട്. അത് മാത്രമല്ല, സ്ലീവിലൂടെ ഇങ്ങനെ ഒരു എംബ്രോയിഡറി ഡീറ്റെയിൽ പോയിട്ടുണ്ട് കേട്ടോ. നല്ല ഭംഗിയുള്ള ഫ്ലോറൽ ത്രെഡ് എംബ്രോയിഡറി ആണ്. യോക്ക് പോർഷൻ കഴിഞ്ഞിട്ട് ഒരു കട്ട് വന്നിട്ട് പ്ലീറ്റ്സ് ആണ് വരുന്നത്. അത് മാത്രമല്ല, താഴ്ഭാഗത്തേക്ക് ഒരു ടയർ കൂടെ വന്നിട്ടുണ്ട്. ആൻഡ് ഇത് കണ്ടോ, ഇവിടെയൊക്കെ ലേസ് ഡീറ്റെയിലിംഗ് നല്ല ഭംഗിയായിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എൻഡിലും ഉണ്ട്, ഈ ഒരു ടയർ കോൺസെപ്റ്റിലും ഉണ്ട് കേട്ടോ ലേസ് ഡീറ്റെയിലിംഗ്. നല്ല ഭംഗിയായിട്ടുള്ള ലേസ് ഡീറ്റെയിലിംഗ് കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല ഫ്ലെയർ ആയിട്ടുള്ള ഡ്രസ്സാണ്. നല്ല കോട്ടൺ മെറ്റീരിയൽ ആണ്. ലൈനിങ്ങും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ന്യൂഡ് ഷെയ്ഡ്സ് ഒക്കെയുള്ള ഇന്നേഴ്സാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ സ്ലിപ്പിൻ്റെ ആവശ്യം വരത്തില്ല. ഞാനിത് ഇട്ട് കാണിക്കും, നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ. അല്ലെങ്കിൽ സ്ലിപ്പ് ഇടേണ്ടവർക്ക് സ്ലിപ്പ് ഇടാം. ഞാൻ എടുത്തേക്കുന്നത് ലാർജ് സൈസാണ്. ആൻഡ് പ്രൈസ് ഞാൻ സൈഡിൽ മെൻഷൻ ചെയ്യാം. ഇതൊരു നീ ലെങ്ത്തിന് താഴെ കിടക്കുന്ന ഡ്രസ്സാണ്. മിഡി ഡ്രസ്സ് എന്ന് പറയാൻ പറ്റില്ല, ഒരു നീ ലെങ്ത്തിന് താഴെ കിടക്കുന്ന ഒരു ഡ്രസ്സാണ്. നല്ല ഭംഗിയുള്ള ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വൈറ്റ് ഡ്രസ്സാണ് കേട്ടോ. ഇന്നും കൂടെ ഓഫറുള്ളൂ. അപ്പോൾ ഇന്നും കൂടെ ഈ ഡ്രസ്സസൊക്കെ ഓഫറിൽ കിട്ടത്തുള്ളൂ. അപ്പോൾ ലിങ്ക്സ് എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യാം, ചെക്ക് ചെയ്ത് നോക്കുക. ഇതാണ് നെക്സ്റ്റ് ഡ്രസ്സ്. ഒരു സ്ലീവ്ലെസ് ആയിട്ടുള്ള ഒരു ടയേർഡ് ഡ്രസ്സാണ്. വി നെക്കാണ് ആൻഡ് ബാക്കിൽ ഓൾസോ വി നെക്കാണ് വന്നേക്കുന്നത്. ആൻഡ് യോക്ക് പോർഷനിൽ നല്ല ഭംഗിയുള്ള ക്യൂട്ടായിട്ടുള്ള എംബ്രോയിഡറി ഡീറ്റെയിലിംഗ് ഉണ്ട്. ഇന്ന് ഞാൻ പറഞ്ഞല്ലോ, ഞാൻ കാണിക്കുന്ന എല്ലാ ഡ്രസ്സും നല്ല ക്യൂട്ടായിട്ടുള്ള എംബ്രോയിഡറി ഡീറ്റെയിൽസ് ഉള്ള ഡ്രസ്സാണ്. നല്ല ഭംഗിയുള്ള ഡ്രസ്സസാണ് കേട്ടോ. ഇതിൻ്റെ മെറ്റീരിയൽ വന്നേക്കുന്നത് വിസ്കോസ് റേയോൺ ആണ്. ഇടാനൊക്കെ നല്ല കംഫർട്ടബിൾ ആണ്. 1 2 3 4 ടയേഴ്സ് ആണ് വന്നേക്കുന്നത്. നല്ല അത്യാവശ്യം നല്ല ഫ്ലെയേഴ്സ് ഉണ്ട്. അത്രയും ആ ഒരു ടയേഴ്സ് വരുന്നതുകൊണ്ട് തന്നെ നല്ലൊരു പ്ലീറ്റ്സും കൊടുത്തിട്ടുണ്ട് കേട്ടോ. ലൈനിങ് ഇല്ല, ബട്ട് ലൈനിങ്ങിൻ്റെ ആവശ്യമില്ല. ഒരു നല്ല ഡാർക്ക് ബ്ലൂ കളറാണ്. പിന്നെ ഈ മെറ്റീരിയലും കൂടി ആകുമ്പോൾ ഇടാനൊക്കെ നല്ല കംഫർട്ടബിൾ ആണ്. ഈവൻ ലൈനിങ് ഇല്ലാതെ ആണെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാം. ഇത് ഞാൻ എടുത്തേക്കുന്നത് ലാർജ് സൈസാണ്. ഇതാണ് നെക്സ്റ്റ് ഡ്രസ്സ്. ഇതൊരു ഓഫ് വൈറ്റ് കളറിൽ എംബ്രോയിഡറി ഡീറ്റെയിലിംഗ് വരുന്ന ഒരു ഔട്ട്ഫിറ്റ് ആണ്. ഞാൻ സെക്കൻഡ് കാണിച്ച ആ ഒരു ഡ്രസ്സുമായിട്ട് ചെറിയൊരു സിമിലാരിറ്റി ഉണ്ട്, ബട്ട് കളേഴ്സ് ഡിഫറെൻ്റ് ആണ്. അതൊരു വൈറ്റ് ആയിരുന്നു, ഇതൊരു ഓഫ് വൈറ്റ് ആണ്. ആൻഡ് പാറ്റേൺ ഓൾസോ ഡിഫറെൻറ്റ്. ഈ ഒരു സ്ലീവ് ഒക്കെ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. നല്ലൊരു സ്ലീവാണ്. ഇവിടെ പഫ് ഡീറ്റെയിലിംഗ് പോലെ വന്നിട്ടുണ്ട്. എന്നിട്ട് സ്ലീവിൽ ഇത്ര തിക്കായിട്ട് എംബ്രോയിഡറി ഡീറ്റെയിലിംഗ് വന്നിട്ടുണ്ട്. ആൻഡ് ബട്ടൺ ഡീറ്റെയിൽ ഈ ഒരു ടൈപ്പിലാണ് സ്ലീവ് വരുന്നത്. നല്ല ഭംഗിയുള്ള ഒരു സ്ലീവാണ് കേട്ടോ. ആൻഡ് ഇതിൻ്റെ എൻഡിൽ കണ്ടോ, കുറച്ച് ഗോൾഡൻ ഒരു ഇങ്ങനെ ഒരു സംഭവം പോയിട്ടുണ്ട്. ഇതൊക്കെ നമ്മൾ പല ഡ്രസ്സിലും കാണുന്ന അത്രയ്ക്ക് ക്വാളിറ്റി ഇല്ല, ബട്ട് ഇതിൽ നമ്മൾ കാണുമ്പോഴും പിടിച്ച് നോക്കുമ്പോഴൊക്കെ അത്യാവശ്യം നല്ല കട്ടിയുള്ള നല്ല ക്വാളിറ്റി ഉള്ള ഒരു സീക്വൻസ് ഡീറ്റെയിലിംഗ് ആണ് കേട്ടോ. ഇത് തന്നെ നെക്ക് ഏരിയയിലും പോയിട്ടുണ്ട്. ഒരു വി നെക്കാണ് വന്നേക്കുന്നത്. നെക്ക് ഏരിയയിൽ ഇങ്ങനെ ഒരു സീക്വൻസ് ഡീറ്റെയിലിംഗ് പോയിട്ടുണ്ട്. പിന്നെയാണ് എംബ്രോയിഡറി ഡീറ്റെയിലിംഗ് വരുന്നത്. യോക്ക് പോർഷൻ കഴിഞ്ഞിട്ട് ഇങ്ങനെ പ്ലീറ്റ്സ് ഉണ്ട്. ആ ഒരു സെയിം ഇതിൽ തന്നെയാണ് ബാക്കും വരുന്നത്. യോക്ക് ഏരിയയിൽ മാത്രമല്ല എംബ്രോയിഡറി ഡീറ്റെയിലിംഗ് വരുന്നത്, താഴ്ഭാഗത്തേക്കും കംപ്ലീറ്റ് ആയിട്ട് വരുന്നുണ്ട്. ഫ്രണ്ടിൽ മാത്രം കേട്ടോ.
എന്നിട്ട് താഴ്ഭാഗത്ത് ഇതാ ഒരു കോൺട്രാസ്റ്റ് കളറിലുള്ള നല്ലൊരു ഭംഗിയുള്ള ഒരു ലേസ് ഡീറ്റെയിലിംഗ് പോയിട്ടുണ്ട്. ഒരു ടൈപ്പ് ഗ്രീൻ കളറാണ്, ഒരു പേസ്റ്റൽ ഗ്രീൻ അല്ല, ഒരു പൗഡേർഡ് ഗ്രീൻ കളറിലുള്ള നല്ല ക്വാളിറ്റി ഉള്ള ഒരു ലേസാണ്. നല്ല കട്ടിയുണ്ട്, ഇത് നമുക്ക് പിടിച്ച് നോക്കുമ്പോഴേ അറിയാം. ഇതിനും ലൈനിങ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്, നല്ല കോട്ടൺ ലൈനിങ് ആണ്. കാഷ്വൽ ഔട്ടിങ്സിനും വെക്കേഷനും ഒക്കെ ആണെങ്കിൽ വെയർ ചെയ്യാൻ പറ്റുന്ന നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ഡ്രസ്സാണ് ഞാൻ എടുത്തേക്കുന്നത്. ലാർജ് സൈസാണ്. പ്രൈസ് ഡീറ്റെയിലിംഗ് കൊടുത്തേക്കാം. എല്ലാം 1000 ബിലോ ആണ്, എല്ലാം 900 ബിലോ ആണ് കേട്ടോ വരുന്ന എല്ലാ ഡ്രസ്സസും. നെക്സ്റ്റ് ഡ്രസ് ഇതാണ്, ഒരു ബ്ലാക്ക് ഔട്ട്ഫിറ്റാണ്. ഇതും ഒരു വി നെക്കാണ് വന്നേക്കുന്നത്. നെക്ക് ഏരിയയിൽ ഇങ്ങനെ നല്ല ഭംഗിയുള്ള ഒരു ഫ്ലോറൽ എംബ്രോയിഡറി വന്നിട്ടുണ്ട്. ഫസ്റ്റ് ഡ്രസ്സ് അത്യാവശ്യം ലെങ്ത് ഉള്ളൊരു ഡ്രസ്സായിരുന്നു. ഇത് അതിൻ്റെ ഒരു ഷോർട്ട് വേർഷൻ ആണെന്നൊക്കെ പറയാം, ബട്ട് ഒത്തിരി മാറ്റമുണ്ട് കേട്ടോ. സ്ലീവ് ഇതാ ഇങ്ങനെ ഒരു സ്ലീവ്, പഫ് സ്ലീവ് പോലെയാണ് വരുന്നത്. 3/4 സ്ലീവാണ്, ലാസ്റ്റിക്ക് വരുന്നുണ്ട്. ടയേർഡ് ഡ്രസ്സാണ്. 2 ലെയേഴ്സ് യോക്ക് പോർഷൻ്റെ താഴത്തേക്ക് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല ഫ്ലെയർഡ് ആയിട്ടാണ് കിടക്കുന്നത്. ആൻഡ് ലൈനിങ് ഇല്ല, ബട്ട് ലൈനിങ്ങിൻ്റെ ആവശ്യമില്ല. നല്ല വിസ്കോസ് റയോൺ മെറ്റീരിയൽ ആണ്. മാച്ചിങ് ഇന്നേഴ്സ് ഇട്ടാൽ മാത്രം മതി കേട്ടോ. അപ്പോൾ നല്ല കംഫർട്ടബിൾ ആയിരിക്കും. അല്ല സ്ലിപ്പ് യൂസ് ചെയ്യേണ്ടവർക്ക് സ്ലിപ്പ് യൂസ് ചെയ്യാം, ഇല്ലാതെയാണെങ്കിൽ യൂസ് ചെയ്യാം. കാഷ്വൽ വെയർ ആയിട്ട് വെക്കേഷന് ഒക്കെ കംഫർട്ടബിൾ ആയിട്ട് ഇടാൻ പറ്റുന്ന നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ഔട്ട്ഫിറ്റാണ് കേട്ടോ. ചെക്ക് ചെയ്ത് നോക്കുക. ഇന്നും കൂടി ഇതെല്ലാം ഓഫേഴ്സിൽ അവൈലബിൾ ആയിരിക്കുള്ളൂ. എല്ലാ ഡ്രസ്സിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യാം, ചെക്ക് ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ ഇനിയും കുറേ ഇങ്ങനെ ഹാൾ വീഡിയോസ് ആയിട്ട് വരുന്നതായിരിക്കും. എന്തെങ്കിലും സജഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ടിൽ ദെൻ ബൈ ബൈ.